Hi friends, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു വിഷു ദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ന് അംബേദ്കർ ദിവസമായതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് എല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. സോ നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 24,261 ഭാഗത്തേക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പിലായിരിക്കും, 400 പോയിന്റോളം ഗ്യാപ്പിലായിരിക്കും നാളത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ട് പ്രകാരമുള്ള ലെവൽസ് നാളെ ഈ ഒരു ഗ്യാപ്പിനെ മുക്കാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ നാളെ റിപ്പോർട്ട് തരുന്നത്. ഞാനിന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗിഫ്റ്റ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ടാർഗറ്റൊക്കെ ഹിറ്റായിട്ടും ക്രൂഡിൻ്റെ ഷോർട്ട് ടാർഗറ്റ് ഹിറ്റായിട്ട് നല്ല രീതിയിൽ താഴേക്ക് വന്ന് ഡൗൺവേർഡ് ട്രെൻഡിൽ അവസാനിച്ച ഒരു ദിവസമായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്നത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഇന്നൊരു ഓപ്പൺ ഗ്യാപ് ഡൗൺ ഓപ്പൺ, ട്രംപിൻ്റെ ആ ഒരു ട്വീറ്റ് കാരണം ഗ്യാപ്പിൽ നല്ലൊരു 1,500 പോയിന്റ് താഴേക്ക് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഇന്ന് അവിടെ നിന്ന് കയറി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് അപ്സൈഡിലേക്ക് പോയതിന് ശേഷം ഒരു നോർമൽ വേരിയേഷൻ അപ്പ് അല്ലെങ്കിൽ ട്രെൻഡിങ് അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച. ഇന്ന് ചൊവ്വാഴ്ച, നാളെ ബുധനാഴ്ചയാണ്. നാളെ മാർക്കറ്റ് 400 പോയിന്റ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എവിടെ നോക്കണം എന്നൊക്കെ ബാക്കിയുള്ള നമ്മൾ നോക്കാം. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റിയുടെ നമ്മുടെ POC 23,000 നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 23,835 ഭാഗത്തേക്കാണ് ആ POC. ഇത്രയും 23,835 ഭാഗത്ത് 23,835 ഭാഗത്തേക്കാണ് POC വയ്ക്കേണ്ടത്. സോ നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല. 24,095 മുകളിലാണ് ബൈ, 24,150, 24,200, 24,264 എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് ഇപ്പോഴും ആക്ട് ചെയ്യും. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 24,800 താഴെ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കാം. എത്രയാണ്? 24,800, 24,800 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 23,800 താഴെ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 23,760, എത്രയാണ്? 23,760 ഭാഗത്തേക്ക് വരും ഫസ്റ്റ്. സെക്കൻഡ് ഈ ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ആയ 23,717, എത്രയാണ്? 23,717 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പോൾ അടുത്തത് ഈ സീഡ് ലോ ആയ 23,640, എത്രയാണ്? 23,640 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,095 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല 23,800 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, ഗ്യാപ്പല്ല CPയിൽ വരുന്ന സിംഗിൾ പ്രിൻ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്ഷൻ റിസൾട്ട് പോസിബിൾ ആയ ഒരു ദിവസം കൂടെയാണ് വരാൻ പോകുന്നത്. നമുക്കിനി അടുത്ത് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ഒരു ട്രെൻഡിങ് അപ്പായ ദിവസമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയും പക്ക ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ്, ഞാൻ വേണമെങ്കിൽ പറയും ട്രെൻഡ് അപ്പായ ദിവസമാണ്. ഫാസ്റ്റ് ഓർ ഫെയിൽ എന്ന് പറഞ്ഞ F പീരീഡ് ഫാസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ പ്രിന്റോട് കൂടി അവസാന ദിവസമാണ്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നോർമൽ വേരിയേഷൻ അപ്പല്ല, ട്രെൻഡിങ് അപ്പായ ദിവസമാണ്. POC നിൽക്കുന്നത് 55,542 ഭാഗത്തേക്കാണ് POC. ഞാൻ ഇന്നലത്തെ ബുള്ളിഷ് റെഫറൻസ് മാത്രമേ മാറ്റമുള്ളൂ. 55,542 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 55,300 താഴെ, എത്രയാണ്? 55,300 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് 55,181, എത്രയാണ്? 55,181, 55,181 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് 55,000 ഭാഗത്ത്, എത്രയാണ്? S2 എന്ന് പറഞ്ഞാൽ 55,000 ഭാഗത്ത് 55,000 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറഞ്ഞാൽ 54,805 ഭാഗത്ത് 838, എത്രയാണ്? 54,838 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 55,300 പൊട്ടിയാൽ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. ബൈയിങ്ങിന് ഒരു മാറ്റമില്ല. 56,045 മുകളിൽ ബൈ ആണ്. 56,205, 56,397, 56,500 എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ലെവൽ തന്നെയാണ് ആക്ട് ചെയ്യും. കാരണം ഇന്നലത്തെ പ്രൊഫൈല് സത്യം പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വരേണ്ട പ്രൊഫൈലല്ല. മാർക്കറ്റ്
അനാവശ്യമായ ഗ്യാപ് ഡൗൺ ചെയ്തു. അത് തിരിച്ച് കയറിയിട്ടാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നലത്തെ ക്ലോസിൻ്റെ ഭാഗത്തൊക്കെ ഗ്യാപ്പൊന്നും ഇല്ല, പ്രൊഫൈൽ വെച്ചുള്ള ഗ്യാപ്പൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നോർമൽ ട്രെൻഡിങ് അപ്പായ ദിവസമാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. ഇനി മിഡ് ക്യാപ്പിനെ കുറിച്ച്, മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഡ്രൈവ് പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC വന്നേക്കുന്ന 13,270 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിൻ്റെ POC 13,270 ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസ് ഒരു മാറ്റമില്ല. ഫസ്റ്റ് വരുന്ന ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 13,200 എത്രയാണ് 240 13,240 താഴെ സെല്ലിങ് എടുക്കുക. എത്രയാണ് 13,240 താഴെ ഏതാണ് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് അവിടെയാണ് സെല്ലിങ് വരുന്നത്. സോ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? ഫസ്റ്റ് ടാർഗറ്റ് 13,194 ഇന്നലത്തെ വാല്യൂ വരെയല്ലോ 13,194 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് 13,140 ബിയുടെ ലോ 13,140 എത്രയാണ് 13,140 ഭാഗത്തേക്ക് വരാം. 13,140 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,100 ഭാഗത്തേക്ക് 13,100 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,240 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സെല്ലിങ് എടുക്കാം. ബൈയിങ്ങിന് ഒരു മാറ്റവും 13,445 മുകളിൽ ബൈയിങ് ആയിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 13,490, സെക്കൻഡ് ടാർഗറ്റ് 13,567, തേർഡ് ടാർഗറ്റ് 13,600 എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ലെവലിൻ്റെ ഭാഗത്തേക്ക് തന്നെയായിരിക്കും നാളെ മാർക്കറ്റ് വരാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയായിരിക്കും ഇന്ന് ഞാൻ നമ്മുടെ ഏതാണ് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നലെ നമ്മുടെ ഇന്നലെ കൃത്യമായിട്ട് ഞാൻ നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള ആൾക്കാർക്ക് കൊടുത്തായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഗോൾഡ് 4,760 4,600 റേഞ്ച് ആയിരുന്നു. 4,760 മുകളിൽ 4802 4875 ടെസ്റ്റ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് തടന്നു. എന്നിട്ട് സിൽവർ 7176 USD റേഞ്ച് ആണ്. 76 മുകളിൽ 77 79 ടാർഗറ്റ് ഹിറ്റ് ആകുമെന്ന് പറഞ്ഞു. അതും ടാർഗറ്റ് ഹിറ്റ് ആയിരുന്നു. ഓയിൽ 9975 സ്ട്രോങ് സെല്ലിംഗ് ഏരിയ ആണ്. എബോവ് ദിസിന് മുകളിൽ പോവാം. 9500 താഴെ മാർക്കറ്റ് താഴേക്ക് സെല്ലിംഗ് വരുമെന്ന് പറഞ്ഞു. അത് ഇന്നലെ കൃത്യമായിട്ട് അച്ചീവായ ദിവസം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെൻറ്ററിങ് ബാച്ചിലുകാർക്ക് മെമ്പർഷിപ്പ് ബാച്ചിലും നമ്മുടെ ടേബിൾ കൊടുത്ത പ്രകാരമുള്ള MCX ലെവൽസ് എല്ലാം കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയി ടാർഗറ്റ് ഹിറ്റായ ദിവസവും കൂടെയായിരുന്നു ഇന്ന് കൃത്യമായിട്ട് കടന്നു പോയത്. സോ നിങ്ങൾ നമ്മുടെ ഈ മറ്റന്നാൾ 16-ാം തീയതി നമ്മുടെ ഏപ്രിൽ മാസത്തെ ബാച്ച് ആദ്യത്തെ ഫിനാൻഷ്യൽ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ബാച്ചിൽ മാർക്കറ്റ് പ്രൊഫൈലിനെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എൻ്റെ കൂടെ മോർണിംഗ് 9:30 തൊട്ട് 3 o'clock വരെ ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് തരുന്ന ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് MCXൻ്റെ സപ്പോർട്ട് പ്ലാനും അതിൻ്റെ കൂടെ ഓപ്ഷൻസിൻ്റെ ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിച്ച് എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് ഈ സെറ്റപ്പിൻ്റെ കൂടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. എൻ്റെ ബാച്ചിൽ ഇനി ആകപ്പെട്ട 4-5 സീറ്റ് മാത്രമേ ഇനി വേക്കൻ്റ് ആയിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാച്ചുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തമ്മിലിന് കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി വിഷു ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.